മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഹായ് ഗായ്സ്. അപ്പൊ ഇതാണ് ഫിദൂട്ടിയുടെ ഔട്ട്ഫിറ്റ്. കണ്ടോ, ഇത് ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഫിദൂട്ടി വ്ലോഗ് അല്ല, അൽഫല വിനോദ് ഖാൻസ് യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ, എന്താ ഇതാ, അതെ, ഫിദൂട്ടിയുടെ ബർത്ത്ഡേ വ്ലോഗാണ്. നാളെയാണ് ഫിദൂട്ടിയുടെ ബർത്ത്ഡേ, അതായത് November 14 ചിൽഡ്രൻസ് ഡേ അന്നാണ് ഫിദൂട്ടിയുടെ ബർത്ത്ഡേ. സോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് 13th കാരണം നാളെ സ്കൂളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടും അതുപോലത്തെ നമുക്ക് അന്ന് പിക്കൊക്കെ ഇടാമല്ലോ എന്നുള്ളൊരു ഐഡിയ കൊണ്ട് നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇത് ഇവിടെ നമ്മൾ ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇൻട്രോ ആണ്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ ആഡ് ചെയ്തേക്കാം ഫിദൂട്ടിയുടെ ഇൻവിറ്റേഷൻ. സോ ഫിദൂട്ടി ടേൺസ് 9. അപ്പം ഫിദൂട്ടിക്ക് 9 വയസ്സാവുകയാണ്. അപ്പം അതുപോലെ എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യണം, പറ. സബ്സ്ക്രൈബേഴ്സ് അല്ല, സബ്സ്ക്രൈബേഴ്സ് അല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ആദ്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഇവിടെ എവിടെ ഫിദയുടെ വ്ലോഗ് തന്നെ ഫിദ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര മണിയായപ്പോ വന്നു? 7 മണിയായപ്പോ വന്നു? അപ്പൊ ചുമ്മാ അല്ല, അപ്പോഴേ എന്നെ വിളിക്കുക വരാൻ. ഗൈസ്, ഞാൻ ഇപ്പോഴാണ് എണീറ്റ് വന്നത്. അപ്പൊ ഞാൻ വന്ന് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആയി, ഇവിടെ എന്താ സംഭവം. അത് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ബർത്ത്ഡേ എന്നുള്ളത് സ്ട്രൈക്ക് ചെയ്തത്. അതെ, അവരാണ് നമുക്കിവിടെ നിന്ന് ഡെക്കറേഷൻ ചെയ്തു തരുന്നത്. പേര് പറഞ്ഞോ? ഇവിടെ വരുന്ന മുക്താറോ? ഇൻസ്റ്റഗ്രാം വഴി എന്താ നിങ്ങളുടെ? അത് പക്ഷെ ഒരുപാട് പേര് കാണും, അതുകൊണ്ട് ഞാൻ അവരുടെ അക്കൗണ്ടിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീഡിയോയിൽ വരുന്ന നല്ല അടിപൊളി ചെക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കും അവരുടെ ഐഡിയ ഉണ്ടോ. സോ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ സൈഡിൽ നിങ്ങളുടെ ഐഡിയ ആഡ് ചെയ്യാം. പോകുമ്പോൾ എനിക്ക് ഐഡിയ തരണേ. നിങ്ങളിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പൊട്ടിച്ച് കളിക്കുവാണോ അതോ കെട്ടുവാണോ? ഗൈസ്, ഇന്നിതിപ്പം ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒന്നോക്കുമ്പോൾ ഇതിൽ വല്ലതും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഹലോ, അറിയോ? അറിയോ? എന്താടാ പേര്? ആയിഷ. എന്റെ പേരെന്താ? എവിടെ പോവാ? എന്താ കേട്ടില്ല ഞാൻ. അയ്യോ, ആള് ഭയങ്കര ഷൈ. ഞങ്ങള് പോയി മിണ്ടി, പിന്നെ ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. നമ്മുടെ ആന്റി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഫിദാക്ക്. ഹായ്. നല്ല രസമുണ്ട്. ഫിദക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഏതുവരെയായി? തീരാറായോ? ഞാൻ പോയപ്പോഴും ഇതായിരുന്നല്ലോ ഇവിടെ അവസ്ഥ. ഇപ്പഴത്തെ സെറ്റ്. ശരിയാ. ഇപ്പൊ എന്താ പ്ലാൻ? ഫുള്ളും ചെയ്യുവാണോ? ഏതായിരിക്കും ഭംഗി? ഫുള്ളും ചെയ്യണോ ഹാഫും ഏത് വേണം ഫിദ? ചെയ്യണോ? അതാ ഞാനും പറഞ്ഞത്. അതായത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് നടുക്ക് വെക്കണം.
രസമുണ്ട് കേട്ടോ കാണാൻ. ഫിദ അങ്ങനെ എപ്പോഴും കണ്ണ് വരയ്ക്കാറില്ല. ഈ സംഭവം വീഡിയോ എടുത്തുതരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ വാപ്പ അവിടെ ഡെക്കറേഷനിലാണ്. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്തിട്ടാണ് അത് കാണിക്കുന്നത്. കണ്ടോ 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 ഗൈസ്. അപ്പോൾ ഇതാണ് ഫിദൂട്ടിയുടെ ഔട്ട്ഫിറ്റ്. ഒരു സിൻഡ്രല്ല തീമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഗൗണ് ചെയ്ത് തന്നിരിക്കുന്നത് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന പേജാണ്. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബട്ടർഫ്ലൈസ് വരും കേട്ടോ. അത് നമ്മൾ വെച്ചോളാന്ന് പറഞ്ഞിട്ട് അതുള്ളിലുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇവിടെ നല്ല ബീഡ് വർക്കൊക്കെ വന്നിട്ട് ഇതിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോഴേ കറക്റ്റ് മനസ്സിലാവും. അപ്പൊ നമ്മള് ഫിദൂട്ടിയുടെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുവാണ്. കൊച്ചു കുട്ടികൾക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ ഇങ്ങനെ പാടില്ല, കൂടുതൽ ഹീറ്റ് കൊടുക്കാൻ പാടില്ല. പിന്നെ നമുക്കൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. എവളുടെ മുടി ഞാൻ ഇതുവരെ അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല. അന്ന് ജസ്റ്റ് ചെറിയൊരു ഹീറ്റ് കൊടുത്തതേ ഉള്ളൂ. നമ്മള് ആ ഒരു ഭംഗിയിൽ കിടക്കുന്ന കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ് ഇട്ടിട്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. മേക്കപ്പ് ഒക്കെ എടുത്തു കേട്ടോ. ട്യൂഷന് പോകാൻ പോവാണല്ലേ. പക്ഷേ ട്യൂഷന് പോകാൻ പോവാണ്. 6 മണി വരെയാണ് ട്യൂഷൻ അല്ലേ? 4 മണി വരെ ട്യൂഷൻ ഉണ്ട്. അതിന് മുമ്പ് അവിടെ നിന്ന് നോക്കാം. ഇന്നലെ 6 മണി വരെയാണ് ട്യൂഷൻ. എല്ലായിടത്തും പറഞ്ഞോണ്ട് എന്നെ 3 മണിക്ക് വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ആരും പോയില്ല. ആരും വന്നില്ലേ? അവിടെ ബലൂൺ പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട്. ഇവര് ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോ ഞാൻ എത്തും. എനിക്ക് പോകാൻ ടൈമായി വരുന്നു. എനിക്ക് ടൈമായി ഗൈസ്, ഞാൻ പോകുന്നു. നിങ്ങളപ്പോ ഫോട്ടോസ് ഒക്കെ എടുക്ക്. ഓക്കെ ഓക്കെ. നേരത്തെ പറഞ്ഞ 3 മണിക്ക് എത്താണേ വിളിക്കാൻ. ഓക്കെ ബൈ ഗൈസ്. ഇതാണ് നമ്മുടെ ഫിദൂട്ടിയുടെ ഔട്ട്ഫിറ്റ് ഗൈസ്. അപ്പോൾ ഈ ഗൗൺ നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് ഗേളിഷ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് എന്നിട്ടാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോൾ അതാണ്ട് അയ്യോ ഫിദൂട്ടിയുടെ ഗൗൺ ഇവിടെ തല പിന്നെ നോക്കട്ടെ. ഓക്കെ അപ്രതീക്ഷിതമായി LKG പഠിപ്പിച്ച ടീച്ചർ വന്നു. നോക്കട്ടെ ഡ്രസ്സ് നോക്കട്ടെ ബാക്കിലോട്ടേക്ക് ഗൈസ്. അപ്പം നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഫോട്ടോ എടുക്കാൻ പോകുന്നു. കണ്ടോ ഇത്? ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ബാക്ക് സൈഡ് നല്ല രസമുണ്ട്. എനിക്ക് കാണാൻ പറ്റില്ല. നല്ല മഴ വരുന്നുണ്ട്. ഇതോ കണ്ടോ. അപ്പം ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുക. നാളെയാണ് ബർത്ത്ഡേ, ഇന്ന് ഷൂട്ടാണ്. കുറച്ചൊരു സാധനം വാങ്ങാനുണ്ട്. വാങ്ങിയിട്ട് വരാട്ടോ. ഇപ്പോഴത്തേക്കും നമ്മൾ കേക്ക് വേൾഡിൽ നിന്നാണ് കേക്ക് വാങ്ങുന്നത്. സോ അതവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അവർ. ഇവിടെ കേക്ക് ഉണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആർക്ക് ഭ്രാന്ത്? നോക്കൂ ഗൈസ്, ഫിദൂട്ടിയുടെ കൈ. ഇതൊരു സ്റ്റിക്കറാ കേട്ടോ. ഞാൻ ഷോപ്പിൽ ഇപ്പൊ കയറിയപ്പോ കണ്ടത്. ഞാൻ വാങ്ങി ഫുൾ ഒട്ടിച്ചു വെച്ചു കൊടുത്തു. പക്ഷെ എനിക്ക് കൈ ഇഷ്ടപ്പെട്ടു. നമ്മൾ വീണ്ടും ഷൂട്ടിന്റെ സ്ഥലത്തെത്തി. പക്ഷെ നേരത്തെ മഴയായിരുന്നു. ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കാര്യം ഒരു പിക്ക് പോലും ഇല്ലാണ്ട് നാളെയാണ് ബർത്ത്ഡേ. വീട്ടിലെത്താനും പറ്റില്ല. തല്ലിക്കൊടുക്കും. ഉമ്മ വ്ളോഗ് കാണും. നമുക്ക് ഉമ്മയെ കാണിക്കണം. കമോൺ. നമുക്ക് ഉമ്മയുടെ ഫോൺ
ചെയ്ത ഡെക്കറേഷൻ. സോ നല്ല രസമുണ്ട്. ഗായ്സ് റിയലി സോറി ഫോർ ദി ഇൻട്രപ്ഷൻസ്. ഇതിൽ ഭയങ്കര മഴയായിരുന്നു. സോ അതിൻ്റെ വോയിസ് കയറിയിട്ട് നല്ല ബോറായിട്ടുണ്ട്. സോ പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ദി വീഡിയോ. ത്രൂ ഔട്ട് കാണാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് മാറുന്നുണ്ട്. ടെൻഷൻ ആക്കാതെ പേടിക്കില്ല. ഞാൻ വിചാരിച്ചേ ഇതിന് അനങ്ങിയ പ്രശ്നമാണ്. അതെന്തെയ്യും? ഒരെണ്ണം ബാലൻസ് ഒരെണ്ണം കഴിക്കും. അത് രണ്ടെണ്ണം കഴിച്ചിട്ട് Happy birthday to you. കണ്ടിട്ട് സ്ഥലം എവിടെയെന്ന് എനിക്ക് മനസ്സിലായി, കട എവിടെയെന്ന് മനസ്സിലായി. സിൻഡ്രല്ല പേര് പറഞ്ഞോയാ? അപ്പം ഇതുട്ടെ ഡ്രസ്സ് നോക്കട്ടെ. സിൻഡ്രല്ലയുടെ ഗൗണല്ലേ? ഇവിടെ എല്ലാരും ഉണ്ട്. അവിടെ ഹായ് ഹായ്. നീ തുറന്ന ഇഷ്ടമല്ല അവന്. ഈറ്റയപ്പ വന്നിട്ടുണ്ട്. ഇവരിവിടെ വന്നപ്പോ തൊട്ടേ കമ്പനിയായി ഭയങ്കര സംസാരമാണ്. എന്നെ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇതേ ഞങ്ങൾ കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടി ഫോട്ടോസിന് വേണ്ടി പോസ്റ്റ് ചെയ്യുവാണ്. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. ഇത് നമ്മുടെ അൽഫി എവിടെയാണെന്ന് ചോദിച്ചാൽ അവൾ 10th-ലാണ്. സോ പഠിക്കാനുണ്ട്. ഇത് ഉമ്മയുടെ മൂത്ത
അപ്പൊ ദേ എല്ലാരും ഫുഡ് കഴിക്കായിരുന്നു. ഹായ് ഗായ്സ്. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമുക്കിതൊക്കെ ചെയ്തു തന്നത് ഇവരാണ്, അൽ റഹ്മാൻ കാറ്റേഴ്സ് ആൻഡ് ഇവന്റ്സ്. ട്രിവാൻഡ്രത്തുള്ളതാണ്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നല്ലപോലെ ഡെക്കറേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഫുഡും അവരാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതാണ് അവരുടെ വിസിറ്റിംഗ് കാർഡ്. ടാറ്റാ, സീ യു. ബീഫ് കറിയും പൊറോട്ടയുമാണ്. നമ്മുടെ അൽ റഹ്മാൻ കാറ്റേഴ്സ് ആണ് നമുക്കിത് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഫിദൂട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. സോ അത് വെച്ച് ഫിദൂട്ടി കളിച്ചോണ്ടിരിക്കുക. ഫിദൂട്ടി അല്ല, ആദു, മാമി എല്ലാവരും കളിച്ചോണ്ടിരിക്കുവാണ്. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടീസൊക്കെ ഓവറായി. ഇനി എന്താ നാളെയാണ് ഫിദൂട്ടിയുടെ ബർത്ത്ഡേ. നാളെ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകണം, കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. അതുപോലെ തന്നെ എന്താ പറയുക, ടാറ്റാ.